ഹായ് ഫ്രണ്ട്സ്. ഞാൻ നമ്മുടെ വാൽപ്പാറ അപകടവുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ ഓരോ തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുക, അതായത് അങ്ങനെ ഓരോ രീതിയിലുള്ള ആ ഡ്രൈവറിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ വണ്ടിയെ കുറ്റം പറയുക, സ്ഥലത്തെ കുറ്റം പറയുക, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണുവാനിടയായി. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു യാത്രയാണ്. അപ്പോൾ യാത്രയിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് ആ പോയ പോലെ തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൽ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ, അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും ആ അപകടം ഉണ്ടായതിനെക്കുറിച്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അത് ഡ്രൈവറുടെ കുറ്റമാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ കുറ്റമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതെല്ലാം പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയേ പറ്റും. നമ്മൾ എന്ന് പറഞ്ഞാലും ദൈവം എന്നൊരു ശക്തി ഉണ്ട്. അത് ഇല്ലയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയില്ല. ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മളുടെ ഫ്രണ്ടിലുണ്ട്. പല വീഡിയോകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക്, അല്ല അനുഭവങ്ങളിലൂടെ എല്ലാം പല കാര്യങ്ങളും പല മനുഷ്യരും നമുക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലത്ത് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ യാത്ര നമുക്ക് സുരക്ഷിതമായി തിരിച്ചു വരണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഏത് ദൈവമാണേലും ആ ഒരു ശക്തിയോടുള്ളൊരു പ്രാർത്ഥന ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം തട്ടി മാറ്റി തിരിച്ചു വരാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പല കാര്യങ്ങളും പലരും പറയാം, നിരീശ്വരവാദികൾ പറഞ്ഞു നടക്കും, അതെങ്ങനെയാണ്, ദൈവമില്ല, അതങ്ങനെ അത് മുൻകൂട്ടി എഴുതിയിട്ട് പിന്നെ ദൈവത്തെ കുറ്റം പറയുക, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമേ ഇല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ദൈവത്തെ നമ്മൾ വിളിച്ച് മുമ്പോട്ട് പോവുക. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആ നമ്മൾ പോകുന്ന വണ്ടി കണ്ടീഷൻ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. വണ്ടിയുടെ കണ്ടീഷൻസ്, ആ വണ്ടി ഓടാനുള്ള ആ ഒരു നിലയിലാണോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇത്രയും ലോങ് റൂട്ട് പോകുന്നതാണ്. അപ്പോൾ വണ്ടിക്ക് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടാണ് പോകുന്നതെങ്കിൽ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം വേണം, ഒരു ധാരണ വേണം. അത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ആ ഡേഞ്ചറസ് സ്ഥലത്തൊക്കെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ, അപ്പോൾ അവിടുത്തെ ലോക്കൽസിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ്, എന്താണ് ആ റോഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം അവിടെ നമ്മളിപ്പോൾ വാൽപ്പാറ തന്നെ എടുക്കാം. അപ്പോൾ അവിടെ കുറേ ഹെയർ പിന്നുകളുള്ള വളവുകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പ്ലേസാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഒരു ടൂറ് പോവുകയാണെങ്കിൽ നമ്മൾ ആ ടൂറിൻ്റെ വണ്ടിക്കകത്ത് ഭയങ്കര ഒച്ചയും ബഹളവും പാട്ടും ഒരു മതിമറക്കുന്ന ഒരു നിലയിലേക്ക്, നമ്മൾ അഹങ്കരിക്കുന്ന രീതിയിലേക്ക് ആയിരിക്കും നമ്മൾ ആ വണ്ടിക്കകത്ത്. മിക്കവാറും എല്ലാ വണ്ടികളിലും അങ്ങനെയാണ്. വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെച്ചാൽ റോഡിൽ കൂടെയൊക്കെ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട്, ഈ വെള്ളപ്പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ്, ടൂറാണ് ഇതെല്ലാം ആകാം, ഒരു ലിമിറ്റ് വേണം. എന്ന് വെച്ചാൽ ആ വണ്ടിക്കകത്ത് പല രീതിയിലുള്ള ബഹളങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ള രീതികളും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മളിങ്ങനെയുള്ള ഒരു ഡേഞ്ചറസ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാലുടനെ അത് നിർത്തിയിരിക്കണം. പാട്ടും ബഹളവും എല്ലാം മാറിയിട്ട്
ആ വണ്ടി സുരക്ഷിതമായി തെറ്റാനുള്ള നമ്മൾ ഒരു കാര്യം വിചാരിക്കണം. അതായത് നമ്മൾ ഈ ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ നമ്മളെ ഡ്രൈവറെയും കൂടെ ബാധിക്കും. അത് ആ ഡ്രൈവറും ആ ഒരു മൈൻഡിലേക്ക് പോകും. അപ്പം വണ്ടിയുടെ ശ്രദ്ധ തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവറെ നമ്മൾ കെയർ ആക്കുക. അതായത് നമ്മുടെ വണ്ടിക്കായിട്ടുള്ള ഒച്ചയും ബഹളങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റി വണ്ടി എത്രത്തോളം സ്പീഡിൽ കുറച്ച് പോകാവോ, അതായത് വളരെ കെയറായിട്ടുള്ള ഓരോ ചുവടും കെയറായിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വണ്ടി ഓടിക്കാനും. ആ ഡ്രൈവർക്ക് നമ്മൾ ആത്മധൈര്യം കൊടുത്ത് കൂടെയുള്ള ആൾക്കാരെ, ഇപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയത്തില്ല ആ വണ്ടിക്കകത്ത്. അപ്പോൾ നമുക്ക് വാർത്തകളിലൂടെയും മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുകളിലൂടെ നമ്മൾ ആ കാര്യങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രൈവറെ മാക്സിമം ഒരു കെയറിങ് കൊടുത്ത് ആ വണ്ടി ശരിയായ രീതിയിൽ അങ്ങ് വരെ എത്തുന്ന രീതിയിലുള്ള ശ്രദ്ധ തെറ്റുന്ന എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ നിന്ന് ഒഴിവാക്കി വണ്ടി സുരക്ഷിതമായി താഴെ അല്ലെങ്കിൽ എവിടെയാണോ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന രീതിയിലുള്ള കെയറിങ് നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തിരിച്ചു വരാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മൾ കുറച്ച് യാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ മതിമറക്കാതിരിക്കുക. അതായത് പിന്നെ നമ്മൾ ഈ ഒരു യാത്ര കൊണ്ടെല്ലാം നേടി അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും കവച്ച് വെച്ച് പോകുന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്താതിരിക്കുക. നമ്മൾ പിന്നെ അതായത് നമുക്ക് എൻജോയ്മെൻ്റ് ആകാം, ഒരു പരിധിയുണ്ട്, അതിന് പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകാതിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയൊക്കെ ദൈവം വരുന്ന പോലെ അല്ല, നമുക്ക് അല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.